ഇതിനകത്ത് ഫസ്റ്റ് വൺ ഏതാണ്? ARC സിസ്റ്റം എന്ന് പറയുന്നത്. ARC സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എയറോബിക് റെസ്പിറേറ്ററി കൺട്രോൾ അല്ലെങ്കിൽ അനോക്സിക് റിഡോക്സ് കൺട്രോൾ എന്ന് പറയും. ഓക്കെ, ഈ കണ്ടീഷൻ ഇതെന്ന് പറയുന്ന എപ്പോഴാണ്? ഇതെന്ന് പറയുന്ന ഒരു ടു കമ്പോണൻറ്റ് റെഗുലേറ്ററി സിസ്റ്റമാണ്. പിന്നെന്താണ്? റിപ്രസ് അണ്ടർ അനേറോബിക് കണ്ടീഷനിൽ ഈ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും? റിപ്രസ് ചെയ്ത് വെക്കും. ഓക്കെ, തടഞ്ഞു നിർത്തുക ചെയ്യുന്നത് അനേറോബിക് കണ്ടീഷനിൽ ARC സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ARC സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ARC സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞല്ലോ എല്ലാത്തിനകത്തും സെയിം തന്നെയാണ് ഹിസ്റ്റഡിൻ കൈനേസും റെസ്പോൺസ് റെഗുലേറ്ററും. ഈ ARC സിസ്റ്റത്തിനകത്ത് ഹിസ്റ്റഡിൻ കൈനേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മൾ ARC-Bയും ഈ റെസ്പോൺസ് റെഗുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ARC-Aയും. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതൊരു സെല്ലിൻ്റെ സെൽ വോള്. ഓക്കെ, ഇത് ബാക്ടീരിയയുടെ സെൽ വോള്, ഇത് ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ ഔട്ട് സൈഡ്, ഇത് ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ ഇൻസൈഡ്, ഇത് സെൽ വോള്. ഓക്കെ, ഈ സെൽ വോളിൽ എന്തുണ്ട്? ഒരു പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ് നമ്മുടെ ഈ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ഹിസ്റ്റഡിൻ കൈനേസ്. ഏതാണ്? ARC-B ഇവിടെ കാണപ്പെടും. ഓക്കെ, സെല്ലിൻ്റെ സെൽ വോളിൽ കാണപ്പെടും ARC-B. ഇനി ഔട്ട് സൈഡിൽ അനോക്സിക് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അനോക്സിക് എന്ന് വെച്ചാൽ എന്താ? ഓക്സിജൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അനൈറോബിക് കണ്ടീഷൻ. ഓക്സിജൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ അനൈറോബിക് കണ്ടീഷൻ. ഈ അനൈറോബിക് കണ്ടീഷൻ ആണ് എന്നുള്ളൊരു സിഗ്നൽ ആർക്ക് കിട്ടും? ഈ ARC-Bക്ക് കിട്ടും. ഈ ARC-B എന്ത് ചെയ്യും? ഈ സെല്ലിൻ്റെ സെല്ലിനകത്തെ സൈറ്റോപ്ലാസത്തിലുള്ള ഏത് പ്രോട്ടീനാണ് റെസ്പോൺസ് റെഗുലേറ്റർ? ARC-A. ഓക്കെ, ARC-A സെല്ലിൻ്റെ അകത്തുണ്ട്. ഈ സിഗ്നലിനെ ഇത് ആർക്ക് കൊടുക്കും? ARC-Aക്ക് കൊടുക്കും. ഓക്കെ, ഈ ARC-A എന്ത് ചെയ്യും? ഈ ARC-Aയിലേക്ക് കൊടുക്കും. ഇവിടെ ഒരു സംഭവം നടക്കുമല്ലോ, എന്താ? ഫോസ്ഫേറ്റ് വേണം ഇതിന് ഇങ്ങോട്ട് പോകാനായിട്ട്, ഫോസ്ഫേറ്റ്. അപ്പോൾ എന്താണ്? ATP ADP ആയിട്ട് മാറും, ഒരു ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യും. ദെൻ ആ ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഹെൽപ്പോടുകൂടി ഈ പുറത്ത് അനൈറോബിക് കണ്ടീഷൻ ആണെന്നുള്ള ഒരു കാര്യം ഇങ്ങോട്ടേക്ക് വരുന്നു. ARC-Aയിൽ വന്നു കഴിയുമ്പോൾ ഈ ARC എന്താ? റെസ്പോൺസ് റെഗുലേറ്റർ. ദെൻ ARC-A എന്ത് ചെയ്യുന്നു? ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനാണ് ARC-AP എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഇതിനകത്ത് ഈ ARC-AP എന്ന് പറയുന്ന ജീന്, ഈ ARC-AP ജീൻ രണ്ട് തരത്തിൽ ഇതിനകത്ത് സെല്ലിൽ ആക്ട് ചെയ്യും. ഒന്ന് പോസിറ്റീവ് ഇൻഡക്ഷനും ഒന്ന് നെഗറ്റീവ് ഇൻഡക്ഷനും. അതായത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അനൈറോബിക് കണ്ടീഷനിലെ ഓക്സിജൻ്റെ ആബ്സെൻസ്, ആ അനൈറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ട് എന്തൊക്കെ എൻസൈംസ് വേണോ ആ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ പോസിറ്റീവ് എന്ന് പറയുന്നത്. ഇനി നെഗറ്റീവ് എങ്ങനെയാണ്? അതായത് ഇവിടെ ഓൾറെഡി ഓക്സിജൻ്റെ പ്രസൻസിൽ അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമല്ലായിരുന്നോ? അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യാനായിട്ട്, അതായത് ഗ്ലൈക്കോസിലേറ്റ് സൈക്കിൾ നടക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈം, സിട്രിക് ആസിഡ് നടക്കാനുള്ള എൻസൈംസ്, അങ്ങനെയുള്ള കുറേ എൻസൈംസ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ആവശ്യമായിട്ടുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്ത് അനൈറോബിക് കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ARC-AP ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ ഈ സെല്ലിൻ്റെ സർഫസിൽ എന്തുണ്ട്? ഒരു അതായത് സെക്ഷുവൽ സ്റ്റേറ്റാണ് സെല്ലിൻ്റെ വോളിൽ പുറകിലുള്ളത്. അവിടെയും ഇവിടെ ഒരു ജീനുണ്ട്. ദെൻ ആ ജീൻ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഇതേപോലെ തന്നെ സെയിം ഇത് സിഗ്നൽസിനെ ഇതിനകത്തേക്ക് കൊടുക്കുന്നു. ഈ സിഗ്നൽസിനെ കൊടുക്കുമ്പോഴത്തേക്കും എന്താണ്? ARC-AP ഫോം ചെയ്യും. ഈ ARC-AP എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ പൈലസ് ഫോർമേഷൻ, ആ സെക്സ് പൈലസ് ഫോർമേഷന്, ബാക്ടീരിയയിൽ സെക്സ് പൈലസ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. അതായത് എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ സെക്ഷൽ സ്റ്റേറ്റ് ആണെങ്കിൽ ദെൻ ആ സിഗ്നലിനെ അകത്തേക്ക് കൊടുക്കുന്നു. CPX എന്ന് പറയുന്ന ഒരു ജീനുണ്ട് ഇതിൻ്റെ. ആ CPX ആണ് ഇവിടേക്ക് കൊടുക്കുന്നത്. ദെൻ ARC-A റെസ്പോൺസ് റെഗുലേറ്റർ ആക്ടിവേറ്റ് ചെയ്തിട്ട് അത് ARC-AP ഫോം ചെയ്യും. അതെന്താണ്? സെക്സ് പൈലസ് ഫോർമേഷൻ. ഈ ഒരു ഇതില്ലെങ്കിലും നിങ്ങൾ ഇത് നോക്കുക. എന്താണ്? അനൈറോബിക് കണ്ടീഷൻ ഡിറ്റക്ട് ചെയ്തതാരാണ്? സെൽ വോളിലുള്ള ARC-B ആണ്. ദെൻ അതെന്ത് ചെയ്തു? ഓട്ടോഫോസ്ഫോറൈലേഷൻ നടന്ന ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളിൻ്റെ ഹെൽപ്പോടുകൂടി ഈ റെസ്പോൺസ് റെഗുലേറ്ററിനെ ആക്ടിവേറ്റ് ചെയ്ത് ARC-A. ദെൻ എന്നിട്ട് എന്ത് ഫോം ചെയ്തു? ARC-AP എന്ന് പറയുന്ന ഒരു ജീൻ പ്രൊഡ്യൂസ് ചെയ്തു. ദെൻ അത് പോസിറ്റീവും നെഗറ്റീവും ആയിട്ട് ഇതിനെ കൺട്രോൾ ചെയ്തു. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അനൈറോബിക് കണ്ടീഷനിൽ ആവശ്യമായിട്ടുള്ള അതായത് വളരാൻ ആവശ്യമുള്ള എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യാനായിട്ട് വേണ്ടിയിരുന്ന എൻസൈംസിൻ്റെ പ്രൊഡക്ഷനെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതാണ് ARC സിസ്റ്റം എന്ന് പറയുന്നത്.